ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സോണിയും ആൽബിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് കല്യാണി വരികയാണ്. അപ്പൊ കല്യാണി വരുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ആൽബിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ, പറയാതെ വന്നതാണെന്നൊക്കെ സോണി പറയുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വന്നത് ശല്യമായോ എന്നൊക്കെ കല്യാണി ഇങ്ങനെ തമാശ ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, എന്തായാലും നിങ്ങൾ രണ്ടുപേരും ടെക്സ്റ്റൈൽസിലേക്ക് വന്നാൽ മതി, ഞാൻ എന്തായാലും അവിടെ ചെന്ന് എല്ലാവർക്കും വേണ്ട ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് നിൽക്കാമെന്ന് പറഞ്ഞ ആൽബി ആദ്യം ഇറങ്ങുകയാണ്. അപ്പോൾ ആൽബി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കല്യാണി പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, അതുകൊണ്ട് സോണിയെ കല്യാണം കഴിക്കാൻ പോകുന്നത് ആൽബിയേട്ടനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ശത്രുക്കൾ ആൽബിയേട്ടൻ്റെയും കൂടി ശത്രുക്കളാകും, അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ ശത്രുക്കളെ കാര്യമൊക്കെ അവിടെ നടക്കട്ടെ, അതൊന്നും ഞാൻ അതിൽ ഒന്നും കുറിച്ച് ആലോചിച്ച് പറയടാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൽബി അവിടെയൊന്നും പോവുകയാണ്. അപ്പോൾ ആൽബിയുടെ പുറകെ ആയിട്ട് നമ്മുടെ ആ ഗുണ്ടകൾ കുറേ നേരം അവനിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ അവിടെ വന്ന് ഇറങ്ങുകയും അങ്ങനെ ടെക്സ്റ്റൈൽസിലേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ രാഹുല് നേരെ രൂപയുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ രൂപയുടെ വീട്ടിലേക്ക് വന്നതിന് കാറിലിരുന്നു കൊണ്ട് തന്നെ ആ ഗുണ്ടകളെ വിളിക്കുകയാണ്. എന്തായിടാ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊന്നും ആയിട്ടില്ല, എന്തായാലും അവൻ ഞങ്ങളെ കൺമുന്നിൽ തന്നെയുണ്ട്, എത്രയും വേഗം തന്നെ മരണവാർത്ത ഞങ്ങളെ അറിയിക്കും എന്നൊക്കെ പറയാണ്. ആ സമയത്ത് പറയുന്നുണ്ട്, എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കണമെന്ന് പറഞ്ഞ് രാഹുൽ നേരെ നമ്മുടെ രൂപയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രൂപ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, രജിസ്റ്റർ ഓഫീസിലേക്ക് വരാനായിട്ട് സേനൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, സേനനൊക്കെ ഞാൻ ഒഴിവാക്കി, ഏട്ടൻ മാത്രം മതി, പിന്നെ കല്യാണി ഉണ്ടോ, അതുപോലെ തന്നെ കിരൺ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിരണിന് വേറെ എന്തോ തിരക്കുണ്ട്, കല്യാണി ചിലപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും നിന്റെ മരുമകൻ എനിക്ക് നേരിട്ടൊന്ന് കാണണം എന്നൊക്കെ പറയുന്നു. അതിനുശേഷം എന്തായാലും ഏട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ എൻ്റെ സ്വത്തിൻ്റെ ഒരു കുറച്ചേ കൊടുക്കുന്നുള്ളൂ, ബാക്കി 3/4 ഭാഗം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകും, അത് സോണിക്ക്, അത് നമ്മുടെ സരയുന് കൊടുക്കണം എന്നൊക്കെ രൂപ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും നിന്റെ മരുമകൻ്റെ വെള്ള പുതപ്പിച്ചിട്ടുള്ള രൂപം എനിക്ക് കാണോടി എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം രണ്ടുപേരും കൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോവുകയാണ്, രാഹുലും അതുപോലെ തന്നെ രൂപയും കൂടിയിട്ട്. ഇതേ സമയത്താണെങ്കിൽ അകത്ത് ആൽബി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണെങ്കിൽ കല്യാണിയും അതുപോലെ തന്നെ സോണിയും കൂടി കുഞ്ഞും കൂടി പുറത്തിറങ്ങുന്നുണ്ട്, കാറിൽ വന്നിറങ്ങുകയാണ്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പോയി ഡ്രസ്സ് സെലക്ട് ചെയ്യും, ഞാൻ ഇവിടെ കാറിൽ തന്നെ ഇരുന്നോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് സോണി പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാവില്ല, നീ എന്തായാലും ചെല്ലും, ഞാനിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സോണിയെയും കുഞ്ഞിനെയും ടെക്സ്റ്റൈൽസിൻ്റെ ഉള്ളിലേക്ക് വിടുന്നുണ്ട്. അങ്ങനെ അവർ 2-3 പേരും കൂടി ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാണ്, രണ്ടുപേരും കൂടിയിട്ട്, നമ്മുടെ ആൽബിയും സോണിയും കൂടിയിട്ട്. അതേ സമയത്ത് കല്യാണി ആണെങ്കിൽ തൻ്റെ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ കിരൺ അതിനിടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കിരണിന് വരാൻ പറ്റില്ല എന്നുള്ളൊരു അറിയിപ്പ് കൊടുക്കുകയും ചെയ്യുകയാണ്. ഇവിടെ സൈറ്റിൽ വളരെ തിരക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അവർ ഇറങ്ങി വരുന്നുണ്ട്, അവിടെ ആൽബിയും സോണിയും കൂടിയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അതിനിടയിൽ രാഹുലും അതുപോലെ തന്നെ നമ്മുടെ രൂപയും കൂടിയിട്ട് രജിസ്റ്റർ ഓഫീസിൽ എത്തുമ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, എന്താ കുട്ടികൾ ഇതുവരെ വന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ വരാറായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ ആൽബിയും സോണിയും കൂടി ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇറങ്ങി വരുന്നത് നമ്മുടെ ഗുണ്ടകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.